അതിപ്പോൾ എന്നെ അങ്ങോട്ട് ടെസ്റ്റ് അവരെന്നെ അങ്ങോട്ട് വിളിച്ചു. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കാറെന്ന് പറഞ്ഞാൽ ഈ സേഫ്റ്റി ഇതാണല്ലോ, FSD ഒക്കെ ഉള്ള ടെസ്ലയാണല്ലോ. അപ്പോൾ അത് ഡിസേബിൾ ആക്കിയിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ എൻ്റെ അടുത്തത് ഫോണിൽ തിരിച്ച് ഓൺ ആക്കല്ലെന്ന് പറയാനാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കാം ഇവർ ഏത് റൂട്ടിലാണ് പോകുന്നതെന്നൊക്കെ. കണ്ടല്ലേ, ഇപ്പം ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. കറക്റ്റ് അവൻ സ്റ്റോപ്പ് ചെയ്തു അല്ലേ, അത് കറക്റ്റ് ആണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. അത് നോക്കുകയാണ് വേറെ വണ്ടി വരുന്നുണ്ടോയെന്ന്. സോഫാർ ഗുഡാണ്, അതിനടുത്ത് പോകുന്നുണ്ട്. ഇനിയിപ്പം ബാക്കിയെല്ലാം പെർഫെക്റ്റ് ചെയ്യുവാണെങ്കിൽ എനിക്കൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. ഇനിയിപ്പോൾ എനിക്കൊന്ന് ലെഫ്റ്റിലോട്ടാണ് എടുക്കാൻ പറയുന്നത്. എനിക്കൊന്ന് കറക്റ്റാണ്, അവൻ അവിടെ ആ ലെഫ്റ്റിലോട്ട് എടുക്കാൻ പറഞ്ഞു. ആ ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടു. ഇതെടുത്തു, സ്മൂത്തായിട്ട് എടുത്തു, വലിയ കുഴപ്പമില്ല, അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയാൽ മതിയായിരുന്നു ലൈസൻസ്. കാരണം ഇവിടെ US നമുക്ക് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടൊന്നും അത്ര സ്മൂത്ത് അല്ലാത്തതുകൊണ്ടേ നമുക്ക് ഈ ലൈസൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ അപ്പോൾ ഇതാണ് DMV കേട്ടോ, നിങ്ങൾ എഴുതിയിരിക്കുന്നതല്ലേ, സ്റ്റേറ്റ് ഓഫ് കാലിഫോർണിയ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ്. ഇത് എല്ലാ മെയിൻ സിറ്റികളിലും ഉണ്ട് ഒരു DMVൻ്റെ ഒരു ഓഫീസ് ഉണ്ടാവും. ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കായിട്ട് ലൈസൻസ് റിന്യൂവലും വെഹിക്കിളിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് DMVയിലാണ് സാധനം വരിക. കുറേ കാര്യങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യാം കേട്ടോ, എന്നാലും കുറേ ആൾക്കാർ ഇങ്ങോട്ടും തന്നെ നേരെ വരും. അപ്പോൾ ഇവിടെ മോസ്റ്റ്ലി ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഇത് പോകണല്ലോ, ഇവിടെ വേറെ കാർ ടെസ്റ്റിന് വേണ്ടി വന്ന് കിടക്കുന്നുണ്ട്.